വെൽക്കം ടു എസ് ഫോർ സക്സസ്. ഗവൺമെന്റ് ജോലികൾക്കുള്ള മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഭരണഘടനയെ സംബന്ധിച്ചുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഭരണഘടനാ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുവാൻ കാരണമായത് ക്യാബിനറ്റ് മിഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 1946 നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. രൂപീകൃതമായ സമയത്ത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ വിഭജനത്തിനു ശേഷം 389 നിന്ന് 299 കുറയുകയാണ് ഉണ്ടായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പാർലമെന്റ് സെൻട്രൽ ഹാൾ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. നിർമ്മാണ സഭയുടെ സെക്രട്ടറി HBR അയ്യങ്കാർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി ആയിരുന്നു. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്ന BN റാവു ആണ്. MN റോയ് എന്നറിയപ്പെടുന്ന നരേന്ദ്രനാഥ് ഭട്ടാചാര്യയാണ് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യമുന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയുമാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് ലേഔട്ട് തുടങ്ങിയവ തയ്യാറാക്കിയത്. ബീഗം ഐസസ് റസൂലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. 1947 ആഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി 1947 ഓഗസ്റ്റ് 29 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് 1948 ഫെബ്രുവരിയിലും രണ്ടാമത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് 1948 ഒക്ടോബറിലുമാണ്. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച അവസാന ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4 ഫൈനൽ ഡ്രാഫ്റ്റിന്റെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയായത് 1949 ഒക്ടോബർ 17 ഫൈനൽ ഡ്രാഫ്റ്റിന്റെ ഫൈനൽ റീഡിംഗ് പൂർത്തിയാക്കിയത് 1949 നവംബർ 14 മുതൽ 26 വരെ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി തുടങ്ങിയവരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനമായും 22 കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളുമായിരുന്നു ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടന തയ്യാറാക്കിയെടുക്കാൻ ഏകദേശം 2 വർഷവും 11 മാസവും 17, ചില സ്രോതസ്സുകളിൽ 18 ദിവസവും എടുത്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളുകൾ, 8 ഷെഡ്യൂൾ, 22 പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.